വിസ ഇല്ലാതെ യൂറോപ്യൻ കൺട്രി കൂടെ നടക്കണത് നിങ്ങൾ ചിന്തിക്കാൻ പറ്റണ്ടോ? ഞങ്ങൾ രണ്ടുപേരും വിസ ഇല്ലാതെ ഇരുന്നത് ഇന്നലെ വിസ കഴിഞ്ഞു. 1-ാം തീയതി ഇറങ്ങിയേക്കാണ് പുറത്തേട്ട്. പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഫൈൻ അടയ്ക്കും. പോലീസ് പിടിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും വീഡിയോയിൽ കാണിക്കാം. അപ്പോ വിസ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാരും കണ്ടോളാ. അത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഫേസ് ക്യാം ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും നിർദ്ദേശങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബേഴ്സേ. നമ്മളിത് സ്ലൊവേനിയയില് വന്നിട്ട് ഇന്ന് 5-ാമത്തെ മാസമാണ്. ഫസ്റ്റ് ടൈമാണ് ഫേസ് ക്യാമിൽ വീഡിയോ ചെയ്യുന്നത്. 1-ാം തീയതിയാണ്, ഒക്ടോബർ 1-ാം തീയതിയാണ് നമ്മുടെ വിസയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നലെ തീർന്നു. അപ്പൊ അതിനുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കോളേജ് ത്രൂ ആണ് സബ്മിറ്റ് ചെയ്തത്. പല ഫാക്കൽറ്റിയിലും അത് ഡയറക്റ്റ് ഉപ്രാവ ത്രൂ ആയിരുന്നു ചെയ്യേണ്ടത്. ഇവിടുത്തെ ഉപ്രാവ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഓഫീസാണ് നാട്ടിലെ. ഇവിടെ നമ്മുടെ ഗവൺമെന്റ് ഓഫീസിനേക്കാൾ ലാഗാണ് ഇവിടെ കേട്ടോ. ഇവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് അവിടെ പഞ്ചായത്തും ഇതൊക്കെ കയറി ഇറങ്ങണേക്കെ ഭ്രാന്ത് പിടിച്ച ഒരു പരിപാടിയാണ് ഇവിടെ. അപ്പോ ഇവിടെ ഈ വിസ തീർന്നതിന്റെ കൂടെ തന്നെ ഞങ്ങളുടെ ടാക്സ് ഒന്നുകൂടെ റിന്യൂ ചെയ്യണം, ബസ് കാർഡ് ഒന്നുകൂടെ ചെയ്യണം. പിന്നെ നമ്മുടെ സ്റ്റുഡന്റും ഗവൺമെന്റും ആയിട്ടുള്ള ഇടനിലയായിട്ട് നിൽക്കുന്ന സർവീസ് ഉണ്ട്, സ്റ്റുഡൻസ് കീ സർവീസ്. അത് മാത്രം ഓട്ടോമാറ്റിക്കലി ആവും. പിന്നെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള സബ്സിഡി ഫുഡ് കൊടുക്കുന്ന സ്റ്റുഡൻസ് ബോണി ഓട്ടോമാറ്റിക്കലി ആയിട്ടുണ്ട്. എക്സാമിന് പോകുമ്പോഴാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിച്ച ഒരു കഴിഞ്ഞ 2-3 ദിവസമാണല്ലോ ഈ വിസ തീരുന്നതും. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ കുറച്ച് പേര് പലത് പറയണു, കുറച്ച് പേര് അങ്ങനെ പറയണു. അപ്പൊ തീർന്നു കഴിഞ്ഞപ്പോ മനസ്സിലായി. അപ്പൊ എല്ലാവർക്കും എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് ഒരു ഐഡിയ ഉണ്ടായില്ല. ഇങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ, ചിലര് അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അപ്പൊ അത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. എല്ലാം തീർന്നു കഴിഞ്ഞപ്പോ എല്ലാം പഠിച്ചു. അപ്പൊ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഇപ്പൊ മനസ്സിലായി. സ്റ്റുഡൻസിന്റെ ബോണിയും നമ്മുടെ സ്റ്റുഡൻസ് കീ സർവീസും ഓട്ടോമാറ്റിക്കലി റിന്യൂ ആവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള് സ്റ്റുഡൻസ് ടാക്സ് റിന്യൂ ചെയ്യണം ഒന്നുകൂടെ. പിന്നെ നമ്മുടെ ബസ് കാർഡ് ഒന്നുകൂടെ ചെയ്യണം. എൻറോൾമെന്റ് ഷീറ്റ് കൊണ്ടുപോയി കൊടുക്കണം ഈ 2 സ്ഥലത്തും. പിന്നെ ടാക്സ് റിന്യൂ ചെയ്യാനായിട്ട് എൻറോൾമെന്റ് ഷീറ്റ്, പാസ്പോർട്ടിന്റെ കോപ്പി, പിന്നെന്താ ഓർമ്മോടാണല്ലോ ടാക്സിന്റെ പേപ്പർ. ഈ 3 പേപ്പറും കൂടെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുക. TRPയുടെ കോപ്പി വെക്കേണ്ട ആവശ്യമില്ല. TRP ഓൾറെഡി നമ്മുടെ ഇപ്പൊ കയ്യിലിരിക്കണത് ഇന്നലെ കഴിഞ്ഞതാണ്. അപ്പൊ നമ്മുടെ വിസ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ TRP കാർഡ് എക്സ്പയർ ആയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മൾ പേപ്പേഴ്സ് എല്ലാം കൊണ്ടുപോയി റിന്യൂ ചെയ്യാനായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു പേപ്പർ കിട്ടും. ആ പേപ്പറാണ് നമ്മൾ പിന്നെ ID കാർഡായിട്ട് സൂക്ഷിക്കേണ്ടത്, നമ്മുടെ പുതിയ കാർഡ് കിട്ടുന്നവരെ. അത് കഴിഞ്ഞ് ഞങ്ങൾ കോളേജിൽ കയറി എൻറോൾമെന്റ് ഷീറ്റ് മേടിച്ച് ഇങ്ങോട്ട് വന്ന് ഇവിടെ സ്റ്റുഡൻസ് കീ പോയി ഇന്നലെ ഞങ്ങളുടെ സ്റ്റുഡന്റ് സ്റ്റാറ്റസ് റിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ നമ്മൾ ചെയ്യാൻ പോണത് ടാക്സ് ഓഫീസിൽ പോയി അത് എക്സ്റ്റെൻഡ് ചെയ്യുക, ടാക്സ് റെസിഡൻസിന്റെ എക്സ്റ്റെൻഡ് ചെയ്യുക, പിന്നെ ബസ് കാർഡ് റീചാർജ് ചെയ്യുക. ബസ് കാർഡ് റീചാർജ് ചെയ്യാനാണ് നമ്മൾ ഇപ്പോൾ ആദ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അണപ്പോയണ്ടേ വായൊക്കെ കോടി പോവാ. അപ്പൊ ഇവിടെ ഞങ്ങളിപ്പോ നിൽക്കുന്നത് ബവാസ്കിഡോറിലാണ് കേട്ടോ. ലുബ്ലിയാനയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. നിങ്ങൾക്ക് അറിയാലോ, എല്ലാം പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഫേസ് ക്യാം ആദ്യമായിട്ട് ചെയ്യണേന്നുള്ളൂ. അപ്പൊ ഇവിടുത്തെ സ്റ്റുഡൻസ് കീ സർവീസ്. ഈ ക്യാമറയുടെ അടപ്പോ ഇതാണ് സ്റ്റുഡൻസ് കീ സർവീസിന്റെ ഓഫീസ്. ഇതിന്റെ അകത്ത് കയറി ഈ കാണുന്ന ഡോർ വഴി അകത്തോട്ട് കയറാം. അപ്പൊ നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാട്ടെ. ഇവിടുത്തെ ജിന്നു കൊടുത്തിട്ടുണ്ട്, ചെറിയ വാട്ടർഫോളിന്റെ. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒട്ടുമിക്ക വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സൈക്കിൾ യാത്രക്കാരുണ്ടാവും. പിന്നെ ബസ്സുകൾ ഒട്ടുമിക്ക എല്ലാവരും തന്നെ കൂടുതലും യൂസ് ചെയ്യുന്നവരാണ്. ഈ വഴി അത്യാവശ്യമുള്ള ഇങ്ങനെ ഹോട്ടലിലായിട്ടും പെർമിറ്റ് ഉള്ള വണ്ടികൾ മാത്രമാണ് ഇതിൽ പാസ് ചെയ്യുള്ളൂ. ഇത് ബസ് മാത്രം പോകാനുള്ള റൂട്ടാണ്. അവിടെ നിന്ന് 4 വഴിക്ക് തിരിഞ്ഞു പോകും എല്ലാ വണ്ടികളും. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നോർമൽ വണ്ടികൾക്ക് ഫൈൻ എന്തോ ഉണ്ട്. പിന്നെ പ്രാവുംകുട്ടന്മാർ ഇവിടെ എപ്പോഴും ഉള്ളതാണ് കേട്ടോ. ഇവിടെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ വിചാരിച്ച ഇത് വെറുതെ കണ്ണാടി പോലെ വെച്ചേക്കണെന്ന്. പക്ഷെ ഇത് ഇവിടെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ സംഭവങ്ങള്, അതായത് പൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി എന്താ വെച്ചേക്കുന്ന ഒരു മെഷീൻ പോലത്തെ ലൈറ്റാണ്. കൊള്ളാല്ലേ, നല്ല ഭംഗിയുണ്ട്. ദിസ് ഈസ് ഇവിടുത്തെ ബസ്, ട്രെയിൻ ബസ്.
അതെ നമ്മള് ഒരു കോപ്പി എടുക്കാനായിട്ട് വന്നേക്കോട്ടെ പാസ്പോർട്ടിന്റെ എൻറോൾമെന്റ് ഷീറ്റിന്. ഇത് ഇവിടുത്തെ ഒരു പാസ്പോർട്ടൊക്കെ ഇവിടുത്തെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന ഷോപ്പാണ് ഇത്. ഇവിടെ ഒരു ചേച്ചി കസ്റ്റമറായിട്ട് വന്നിട്ടുണ്ട് ഓൾറെഡി. പുള്ളിക്കാരുടെ പറ്റിയ നോക്കും പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഉണ്ടാ ചേച്ചി നോക്കിയിരിക്കാണ്. ചേച്ചി ചിന്നൊരു കോപ്പി എടുക്കാനായിട്ട് അങ്ങനെ പോയി. അവർ തൊടല് പോലും ഇല്ല അവരുടെ കഴുത്തിൽ. അവന് ചേച്ചിന്ന് നോക്കിയിരിക്കുന്നതാണ് എൻ്റെ ഒരു ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്തായാലും. പുള്ളിക്കാരി ഇറങ്ങുമ്പോ ഓ ഇത് ഇവിടത്തെയാണോ? പക്കകത്ത് It's yours? What is his name? Shiva. പുള്ളിക്കാരി അതൊന്ന് ബിസ്ക്കറ്റ് കൊടുക്കുന്നു. ബിസ്ക്കറ്റ് മേടിച്ച് പുള്ളി നേരെ കിടൂല. ശിവ ഹലോ പേടിയാ. Yeah, I will open it. Can you open? Come. Yeah. Kush. അയ്യോ അവനൊരു ബിസ്ക്കറ്റിനെ വന്നിരുന്നിട്ട് ഇവിടെ. പുള്ളിക്കാരി വരണേ അവളുടെ അയൽവക്കക്കാരനാണ്. അപ്പൊ നമ്മള് കടയിൽ നിന്ന് ഇറങ്ങി. അവന് ഇതിൽ അടക്കണ്ട കേട്ടോ. അപ്പൊ അവന് ഇതിൽ അടക്കണ്ട്. അപ്പൊ ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ നേരെ ഇനി LPP ഓഫീസിൽ പോവാ. LPP ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ഓഫീസാണ്. ഇവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ഓഫീസാണ്. LPP ആണ് ഇവിടുത്തെ ബസ്സുകൾ LPPയുടെ അണ്ടറിലാണ്. അപ്പൊ അവിടെ പോയി നമ്മുടെ സ്റ്റുഡന്റ് സ്റ്റാറ്റസ് ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യണം. സ്റ്റുഡന്റ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ എൻറോൾമെന്റ് ഷീറ്റ് അവിടെ കൊണ്ടു കൊടുക്കണം. നമ്മളിപ്പോ അതിന്റെ കോപ്പി എടുത്തു. നേരെ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് അവിടെ ക്യൂ നിൽക്കുന്നുണ്ടാവും. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇവിടെ ക്രോസ് ചെയ്യാനായിട്ട് ലിഫ്റ്റ് ഞെക്കുക. നിലയൊന്നുമില്ല, നിൽക്കുമ്പോ ആവും. അമ്മച്ചി ചാടില്ലേ, ചോടിക്കോ, ഓടു. അപ്പൊ കുറച്ചങ്ങ് നടക്കാനുണ്ട്. ഇതേ ബിൽഡിങ്ങിന്റെ അപ്പുറമാണ്. അപ്പൊ അവിടെ എത്തിയതിനു ശേഷം കാണിച്ചത്. അപ്പൊ നമ്മളിത് LPP ഓഫീസിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള സ്റ്റുഡൻസിനും അല്ലെങ്കിൽ വരാനിരിക്കുന്ന സ്റ്റുഡൻസിനും ഈ ഓഫീസ് കണ്ടുപിടിക്കുക എളുപ്പത്തിന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇന്റർകോണ്ടിനെന്റൽ ഗ്രാൻഡ് പ്ലാസിൽ നിൽക്കുന്ന സ്ഥലമുണ്ട്. ബവാസ്കിഡോർ എന്നാണ് സ്റ്റോപ്പിന്റെ ഒരു. അതിന്റെ ബസ് സ്റ്റോപ്പിന്റെ നേരെ ബാക്കിൽ ഇത് ഒരു സബ് ഉണ്ട്. അതിന്റെ നേരെ ഉള്ളിലാണ് LPPയുടെ ഓഫീസ് വരുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് തിരക്കാണ് കേട്ടോ. അത് ഇവിടെ നിന്ന് അതിന്റെ ക്യൂബ് കാണാൻ പറ്റുന്നുണ്ട്. നോക്കിയേ തിരക്കാട്ടോ. നമ്മളിവിടെ ഒന്ന് ടോക്കൺ എടുത്തു. 282 നമ്മുടെ നമ്പർ. TV-യിൽ വന്നേക്കുന്നത് 211 ആയിട്ടുണ്ട്. സമയം എടുക്കും എന്തായാലും. അപ്പൊ അങ്ങോട്ട് മാറി നിക്കാം. അപ്പൊ ബസ് കാർഡിന്റെ കാര്യം ചെയ്യാൻ വന്നിട്ട് നമ്മള് നല്ല പോസ്റ്റ് കേട്ടോ. അപ്പൊ ഇത് ചെയ്യാൻ പറ്റുന്നവര് ഇച്ചിരി നേരത്തെ ഇറങ്ങി വന്നിട്ട് കൂപ്പൺ എടുത്ത് വെക്കാം. ടോക്കൺ എടുത്ത് വെച്ചിട്ട് ഒന്ന് ഇറങ്ങി തിരിച്ചു വരുമ്പോഴേക്കും ആവും. അല്ലെങ്കിൽ ഈ ടൈമൊക്കെ ആവുമ്പോൾ എല്ലാവരുടെയും വിസയും കാര്യങ്ങളൊക്കെ തീരുന്നതുകൊണ്ട് ഇവിടെ ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെ റിന്യൂ ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റുഡൻസ് ആണ് എന്റെ ബാങ്കിൽ ഫുള്ള്. ഇതൊരു സ്റ്റുഡന്റ് ഉണ്ടോ? അപ്പൊ നമ്മള് ബസ് കാർഡ് റിന്യൂ ചെയ്യാൻ പോയിട്ടേ അവിടെ നമ്മുടെ നമ്പർ കണ്ടല്ലോ 282 ആയതുകൊണ്ട് ആ ഗ്യാപ്പിൽ നമ്മൾ ഇവിടെ ടാക്സ് ഓഫീസിൽ വരാന്നുള്ള ഒരു തീരുമാനം എടുത്ത് അങ്ങോട്ട് വന്നേക്കോട്ടോ. ബസ് കയറിയതേ വന്നിറങ്ങി. നല്ല രസമാണ് ഇവിടെ. ചെടിയും ഈ ഭാഗം ഏരിയ ആണ്. ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാട്ടാ. കണ്ട ആ കറക്റ്റ് ഓർഡറില് നട്ടു വെച്ചാൽ വെറുതെ ഫുൾ ഗ്രീനറി ആയിട്ടുള്ള സ്ഥലം. സ്ലൊവീനിയ പിന്നെ ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ അറിയാലോ. ഇവിടെ ഉള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ അറിയാം. നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമാണ്. വീഡിയോയൊക്കെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയതുകൊണ്ട് ഞങ്ങക്ക് എന്തൊക്കെ പറയണ്ടെന്ന് അറിയില്ല. ആ ചിഹ്നം എന്തെങ്കിലും പറഞ്ഞേ. പറയാന്ന്. ഗുഡ് മോർണിംഗ് ഗൈസ്. Доброе утро.
അപ്പൊ ഇവിടെ സിഗ്നല് ഇത് ആ റൗണ്ടിന്റെ അപ്പുറത്തെ കണ്ണാണ് ടാക്സ് ഓഫീസ്. ഞങ്ങൾ നേരത്തെ ഇവിടെ നമ്മൾ വരുമ്പോ തന്നെ സ്റ്റുഡൻസിന് ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളാന്നുള്ളത് നമ്മളൊരു വീഡിയോ അടുത്ത് ചെയ്യാം. അപ്പോ ഞങ്ങൾ ആദ്യം അതുപോലെ വന്ന സമയത്ത് ഇവിടെ ടാക്സിന്റെ പേപ്പർ റെഡിയാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ടാക്സ് ഓഫീസ് എവിടെയാന്ന് കറക്റ്റ് അറിയാം. പിന്നെ ഈ പാർക്കിൽ വന്ന് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു ചെറിയ പാർക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ചെടി മരങ്ങളൊക്കെ നട്ട് വെച്ചേക്കുന്ന കുറെ സ്ഥലങ്ങൾ ഇതുപോലെ ഉണ്ട്. എല്ലാം ഭയങ്കര ഭംഗിയായിട്ട് കിടക്കുന്നുണ്ടോ, ഇപ്പോഴും ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നു നല്ലോണം. ഇനിയിപ്പോ അടുത്ത മാസം ആകുമ്പോഴത്തേക്കും ഇവിടെ ഓൾറെഡി ഇപ്പൊ ടെമ്പറേച്ചർ 5 ഡിഗ്രി ആണെന്ന്, മൈനസ് ആവും, മഞ്ഞാവും ഇവിടെയൊക്കെ. അപ്പൊ മഞ്ഞൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. അപ്പൊ ടാക്സ് ഓഫീസ് എത്തിക്കാം. ഇതാട്ടോ സ്ലൊവേനിയയിലെ ടാക്സ് ഓഫീസ്. ടാക്സ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റൊക്കെ പോലെ ഇരിക്കും, പക്ഷെ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടത് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യണം. അപ്പൊ നമ്മളിവിടെ വന്ന കാര്യം എന്താണെന്ന് നമ്മളോട് പറയാമോ. നമ്മൾ വന്നിട്ട് 1 വർഷം കഴിഞ്ഞ് വിസ കഴിയുമ്പോൾ നമ്മുടെ പുതിയ അക്കാഡമിക് ഇയറിൽ വിസ അല്ല ടാക്സ് റിന്യൂവൽ ഒന്നോടെ ചെയ്യണം. അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ആദ്യം വന്ന പോലെ തന്നെ ഡബിൾ ടാക്സ് ഒന്നോടെ പിടിക്കുന്നതാണ്. ഒരുപാട് ആദർശിലേക്ക് ഇവിടെ വന്നിരുന്ന് രാവിലെ ടാക്സിന്റെ പേപ്പർ എഴുതി പഠിക്കുന്ന നമ്മളിവിടെ വന്ന് ഇങ്ങനെ ക്യൂ നിൽക്കുക. ഒരാളെ നിന്ന് ഇവിടെ ലൈനൊക്കെ വരച്ചിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും തന്നെ ഒരു കൾച്ചർ സിസ്റ്റം തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ഇടിച്ചു കയറുക, കറക്റ്റായിട്ട് ക്യൂ ഒക്കെ നിൽക്കും. അപ്പോൾ ക്യൂവിൽ നിന്ന് നമ്മൾ നേരെ കയറി ചെന്നിട്ട് നമ്മുടെ ടാക്സിന് ഫോം തരാൻ പറയും. അപ്പോൾ ഒരു ഫോം തരും. ആ ഫോം നമ്മൾ പുറത്തോട്ട് വെച്ചിട്ട് ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുത്തിട്ട് നല്ല കൊടുക്കുക. കുട്ടിയെ കണ്ടോ? യൂട്രോ I want the tax renewal form. ഇതാണോ? അത് തന്നെയാണ് ഫോം. ഈ ഫോം അവിടെ നിന്ന് മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഈ ഇതിന്റെ ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഈ സെയിം ഫോം ഇവിടെ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്. എല്ലാ ഫോംസും ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വന്നാൽ അവിടെ ചോദിച്ചു മേടിക്കുന്നില്ല. ഇവിടെ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നവർക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് എടുക്കും. അപ്പൊ നമ്മള് ടാക്സ് പേപ്പർ ഒക്കെ സബ്മിറ്റ് ചെയ്ത് ബസ്സിൽ കയറി തിരിച്ച് നമ്മുടെ ബസ്സിന്റെ ഒരു ടോക്കൺ എടുത്ത് LPPയുടെ ഓഫീസിലെ ടോക്കൺ എടുത്ത് വെച്ചിട്ടില്ല. തിരിച്ച് അങ്ങോട്ട് പോവാണ്. നമ്മുടെ കൂടെ ആരൊക്കെട്ടെന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ കൂടെ ആദർശുണ്ട്, ഷാരോൺ ഉണ്ട്. അവരൊക്കെ ഞങ്ങൾ 4 പേര് ഒന്നിച്ചതേ പേപ്പർ കൊടുത്ത് ഇറങ്ങി. അപ്പൊ ഞങ്ങളുടെ ഒറ്റ ടോക്കണിൽ 4 പേർക്കും കയറാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞങ്ങൾ LPPയുടെ ഓഫീസിൽ ബസ് കയറി പോവുകയാണ് ഗൈസ്. മുന്നേക്ക് ഇരിക്കണ കുന്നുറു. നമ്മളിത് പിന്നെയും LPPയുടെ ഓഫീസിന്റെ അവിടെ എത്തിയിട്ട് ബസ് ഇറങ്ങി. നമുക്ക് നോക്കാം നമ്പർ എത്രയും നോക്കാം. ഇത് നമ്മുടെ നമ്പർ കഴിഞ്ഞു പോയി ഗൈസ്. 380 ആയി. നമ്മളിവിടെ വന്ന് ഒരു 35 euro പേയ്മെന്റ് ചെയ്ത് കാർഡ് ഒന്നോട്ട് റീചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബസ് കാർഡിന്റെയും ടാക്സിന്റെയും സ്റ്റുഡന്റ് സ്റ്റാറ്റസ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. അത് കഴിഞ്ഞത് നമ്മള് വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. പോണതിന് മുന്നേ ബോണി അടിക്കാനായിട്ട് പോകണം. ബോണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് കാണുന്നവർക്കൊന്നും മനസ്സിലാവാൻ ചാൻസ് ഇല്ല. ഇവിടെ സ്ലൊവേനിയയില് എല്ലാ സ്റ്റുഡൻസിനും വേണ്ടി ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സബ്സിഡിയാണ്. നമുക്ക് ഒരു ദിവസം 4 യൂറോയിലോ താഴെ നിൽക്കുന്ന സാധനങ്ങൾ ഫ്രീ ആയിട്ട് കഴിക്കാം. അപ്പോൾ ഇത് കുറെ കടകളിൽ, അത്യാവശ്യം ഒട്ടുമിക്ക എല്ലാ കടകളിലും ഇതിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവര്. അപ്പൊ നമ്മൾ വേറൊരു സീരീസ് ആയിട്ട് തന്നെ ബോണിയുടെ ഫുഡും കാര്യങ്ങളും, എന്തൊക്കെ ഫുഡാണ്, കുറച്ച് ഫുഡ് വ്ളോഗും അല്ല നമുക്ക് കുറച്ച് അടുത്ത ദിവസം തന്നെ ചെയ്യാട്ടോ. അപ്പോ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ബൈ ബൈ.